വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ്. ഒരാഴ്ച ഭയങ്കര കരച്ചിലും ബീച്ചിലും സങ്കടവും എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്ക് പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് എങ്ങനെ തുടങ്ങും നമുക്ക് ഭയങ്കര ലോ ആയിട്ട് തോന്നില്ലേ, ലൈക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ. ഈവൺ എൻ്റെ വർക്ക് കൂടി ഞാൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസ് വർക്ക് അതും ഞാൻ എന്താ പറയുക ഭയങ്കര എന്തൊക്കെയോ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ലോ ആയിട്ട് എനർജി ഇങ്ങനെ ഭയങ്കര ലോ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ കൂടിയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ പോലെ നമ്മുടെ ചാനൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്താണെങ്കിലും ഒരു വീഡിയോ ഇട്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ സടകുടം എണീറ്റിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസിൻ്റെ എപ്പിസോഡ് 6 അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ എന്താ കണ്ടത്, നമ്മുടെ തേജസ്വി ഇങ്ങനെ പറയാണ് എൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിലും നീ കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവളുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ വീഴാണല്ലോ. അപ്പോൾ അവൾ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. പിന്നെ അവൾ നൈസായിട്ട് എണീറ്റ് പോകും. പാവം ചെക്കൻ മൂക്ക് കുത്തി സോഫയിലേക്ക് വീഴും. പിന്നത്തെ സീരിയൽ കാണിക്കാൻ നമ്മുടെ ഹാൻ ഇങ്ങനെ കുളിച്ചിങ്ങനെ വരാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു ഡേറ്റിംഗ് റൂമിൽ ഉണ്ടായത് ഒരു ആക്ടർ ഉണ്ടല്ലോ, അവൻ വീണ്ടും ഒരു ഡേറ്റിംഗ് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ കലി പൂണ്ടിട്ട് ഇങ്ങനെ പറയുന്നിട്ട് ഇവൻ വീണ്ടും ചെയ്തോ അത്. എന്നിട്ട് പിന്നെ വീണ്ടും പഴയ പോലെ കുറേ ഫോൺ കോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരത്തിണ്ടല്ലോ, അവളിങ്ങനെ വണ്ടി ഓടിച്ച് വരാണ്. അപ്പോൾ അവളുടെ സീനിയർ വിളിച്ചിട്ട് അവളിങ്ങനെ കുറേ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് സാലറി ഒന്നും തരണമെന്നില്ല, മര്യാദയ്ക്ക് പണിയെടുത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ നല്ലപോലെ വെറുപ്പിക്കുന്നുണ്ട്. എനിക്ക് നമ്മുടെ നമ്മുടെ ചാൻ്റെ ആക്ടറാണ് ഈ ഒരു റൂമറിൽ വന്ന് പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കലി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാളങ്ങനെ ഓടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരത്തി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹാൻ പറയും, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് കണ്ടത്, എൻ്റെ തലയിൽ ഷാമ്പൂ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ പറയും ഇന്നലെ വരെ ആ ലെവലാദ്യം എന്നോട് പറഞ്ഞത് അവർ ഫ്രണ്ട്സാന്നുള്ള കാര്യമാണ്, ഞാനും അറിഞ്ഞത് നീ അറിഞ്ഞപ്പോൾ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരത്തി പറയും ഞാനുണ്ടല്ലോ ഇനി തൊട്ടിട്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാൻ പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തേജസ്വിയും മറ്റേ ആക്ട്രസ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇവൻ്റെ കൂടെയുള്ള സീരിയലുകളൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിക്ക് വെപ്രാളാണ്. പിന്നെ നമ്മുടെ ഒരു ആളുടെ ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ പറയും നിങ്ങളെന്താ അവനെ കാസ്റ്റ് ചെയ്യാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആളങ്ങനെ പറയുന്നുണ്ട് അവനെ പറ്റിയിട്ട് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ അറിയുന്ന ഒരു എന്താ പറയുക ഒരു പ്ലേ ബോയ് ടൈപ്പാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഉള്ളൊരാളെ എങ്ങനെ ഞാനൊരു മൂവിയിൽ അഭിനയിപ്പിക്കും. അപ്പോൾ പറയും എന്നാലും ഞങ്ങൾ ഉറപ്പ് പറഞ്ഞതല്ലേ. അപ്പോൾ ആ ഡയറക്ടർ പറയും ഈ മൂവിയുടെ പേരെന്തറിയോ, ഐ ലവ് ഓൺലി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്ന്. ആ ഇതിലേക്ക് അവനെ തന്നെ കാസ്റ്റ് ചെയ്യണം ബെസ്റ്റ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹാനോട് പറയണം അവൻ്റെ ഇമേജ് മൊത്തത്തിൽ അവതാളത്തിലായിട്ടുണ്ട്, ഒരു ഐഡിയ ഒന്ന് പറഞ്ഞുതരോ. അപ്പോൾ അവൾ പറയും നമ്മുടെ ഹാൻ പറയും ഒരു ഐഡിയ ഉണ്ട്. പറയും എനിക്കറിയാലെങ്കിലും നീ അല്ലെങ്കിലും ബുദ്ധിരാശക്തി തന്നെ. അപ്പോൾ നമ്മുടെ ഹാൻ പറയും അവനെ മിലിറ്ററി സർവീസിന് വിടാൻ പറയും. പറയും അവൻ ഓൾറെഡി പോയതാണ്. അപ്പോൾ നമ്മുടെ ഹാൻ പറയും അവനോടൊരു 3 മാസം ഒന്നും ചെയ്യാതെ വീട്ടിൽ അടങ്ങി ഒതുക്കിയിരിക്കാൻ പറ. പിന്നെ കാണിക്കുന്ന നമ്മുടെ കൂട്ടുകാരത്തി ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് എന്തോ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു പയ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഓക്വേർഡ്നെസ് ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ ഇവളുടെ എക്സാം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഇവളുടെ കൂടെ ഇരുന്നിട്ട് ഇതിപ്പോൾ പഴയ പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ട്രസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവർ 2 പേരും ഫോട്ടോ എടുക്കും. അപ്പോൾ 2 പേരും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുണ്ട് കേട്ടോ, റിപ്പോർട്ടേഴ്സാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീൽ നമ്മുടെ ഹാനിന് അവൾ കഫറ്റീരിയയിൽ കണ്ടപ്പോൾ നൈസായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഹാൻ പറയും ഓ നമ്മളിപ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറയും നമ്മുടെ ഈ പുതിയ സ്കാനറിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനുണ്ടല്ലോ വീട് മാറി പുതിയ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ നൈബറുണ്ട് നമ്മുടെ തേജസ്വി. അപ്പോൾ പറയുമോ വേറെ ഒരാളും കിട്ടിയില്ലേ. അപ്പോൾ ചോദിക്കും നിങ്ങളധികം ക്ലോസ് ഒന്നല്ലേ, നിങ്ങൾ ഭയങ്കര ഡേറ്റിംഗ് ആണെന്നൊക്കെ ഒരു റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാൻ പറയും എൻ്റെ പൊന്നു മാഷേ ഞാൻ നല്ല മൂഡിലാണ്, അതൊന്നും സ്പോയിലാക്കാണ്ടിരിക്കും. നൈസായിട്ട് പറയുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഹൗസ് വാമിംഗ് പാർട്ടി നടത്തിയാലോ. അപ്പോൾ പറയും ഓക്കെ. പിന്നത്തെ സീനിൽ കാണാം നമ്മുടെ തേജസ്വിയും നമ്മുടെ വക്കീലും കൂടിയിട്ട് ലിഫ്റ്റിൽ അവരുടെ വീട് ഒരു സ്ഥലത്താണല്ലോ, അവരിങ്ങനെ ലിഫ്റ്റിൽ കയറാണ്. അപ്പോൾ നമ്മുടെ വക്കീലേക്കും നീയും ഹാനും ഭയങ്കര ക്ലോസ് ആണല്ലേ. അപ്പോൾ പറയും ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്, പിന്നെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പം നമ്മുടെ വക്കീൽ പറയും ഓ ഞാൻ അവളുടെ കൂടിയത് ഇത്ര നേരം, നമ്മുടെ തേജസ്വിക്ക് ഒരു നോട്ടുണ്ട്. എന്നിട്ട് അവരങ്ങനെ ദേഷ്യത്തിൽ ഇത്രയും നേരം. നമ്മുടെ ഹാനാണെങ്കിലോ ബോറടിച്ചിട്ട് സീനായിട്ട് നമ്മുടെ ചാനോട് പറയണത് എന്ത് ബോറിംഗ് ആണ് ലൈഫ്. അപ്പോൾ പറയും നീ ഒരു റിലേഷൻഷിപ്പിലാണ് ഒരു ചെക്കനെ അങ്ങോട്ട് പ്രേമിക്കുക, അവൻ്റെ ഹൃദയം അങ്ങോട്ട് തുടിക്കുന്ന എൻ്റെ ബോറിംഗ് ഒക്കെ അങ്ങോട്ട് പോകും. എന്നിട്ട് ചോദിക്കും സത്യം പറ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്, നിനക്ക് ഒരിക്കൽ പോലും ഒരാളോട് ഒരു ഹൃദയം തുറക്കണം ഇങ്ങനെ തുടിക്കണ പോലെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് പോലൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇവളിങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ അവളുടെ ഷോൾഡറിലേക്ക് വീണ സീൻ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവൾക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവളിപ്പോൾ പറയും എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല.
ഇവിടെ നമ്മുടെ തേസിങ്ങിനാണെങ്കിലും ഉറക്കവും വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കിട്. അപ്പോൾ അവൻ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ ചാടിയിട്ടിട്ട് പറയും, ഒരുമിച്ചുണ്ടെന്ന് വെച്ചിട്ട് ഡേറ്റിംഗ് ആണെന്നല്ലല്ലോ അർത്ഥം, അവർ വർക്കിംഗ് ആയിരിക്കില്ലേ. പിന്നെ വീണ്ടും ഉറക്കത്തിൽ നിന്ന് ചാടിയിട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. നമ്മുടെ നമ്മുടെ ഷെഫ് ഉണ്ടല്ലോ, അവനിപ്പോൾ പുതിയ പേരുകളൊക്കെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാവരും കൂടി തന്നെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കുറേ പേര് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ നോ പറയും. അവസാനം ഒരു പേര് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പറയും അത് വേണ്ട, എൻ്റെ എക്സിൻ്റെ പേരാണ്. അപ്പോൾ അവൻ വിചാരിക്കും ഞാൻ അവനെ ഓർത്തുകൊണ്ടാണ് ഇവന് പേരിട്ടേന്ന് വിചാരിക്കും. പിന്നെ നമ്മുടെ ബോസ് പറയുന്നുണ്ട് ഇത് കാരാണ് ഇങ്ങനത്തെ ഒക്കെ റൂമർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരൊരു മൂവി സെറ്റിൽ അവൻ്റെ എല്ലാവരും കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചതാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ CCTV ഫൂട്ടേജ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്തുകൊണ്ടെന്ന് പറയും കേട്ടോ. ഇവിടെ നമ്മുടെ തേസുക്ക് ഈ ഫോട്ടോ നോക്കിയിട്ട് പറയും, ചേട്ടാ എനിക്ക് തന്നെ മനസ്സിലാവണില്ല അത് ഞാനാന്നുള്ള കാര്യം. അപ്പോഴാണ് നമ്മുടെ ഹാൻ വിളിക്കുന്നത്. നമ്മുടെ പാർട്ടി യൂണയുടെ മാനേജർ ഉണ്ടല്ലോ, അയാളും കൂടി നിന്നിട്ട് ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ ഇടയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന പേരെന്താ അറിയോ, യൂണ അത് ചെയ്യില്ല, യൂണ ഇത് ചെയ്യില്ല, യൂണ ഇത് ചെയ്യും. അവളാണെങ്കിൽ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാക്കിനൊരു കോൾ വന്നിട്ട് അവനിങ്ങനെ എണീറ്റ് പോകുന്നുണ്ട്, ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ മെറ്റോൻ എന്ത് ചെയ്യും, യൂണനോട് ചോദിക്കും എൻ്റെ ലൈഫിൽ സങ്കടമുള്ളത് എന്താ. അപ്പോൾ അവൾ പറയും ഇന്നലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എഡിഷൻ ബാഗ് ഉണ്ടല്ലോ അതെനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഓഫ് എന്ത് നല്ല സങ്കടമാണ്, അത് ഓർത്തിട്ട് മോൾ അഭിനയിക്കട്ടോ. പിന്നെ നെക്സ്റ്റ് സീനിലാണെങ്കിലും ഇവർ ഭയങ്കര സങ്കടമായിട്ട് ഓവർ സങ്കടമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ടർ ഇങ്ങനെ പറയുന്നത് നിങ്ങളെന്താ എന്നോട് കളിക്കുകയാണോ മക്കളെ. അപ്പോഴാണ് ഈ സെറ്റിക്ക് നമ്മുടെ ചായയും നമ്മുടെ ഷെഫും കൂടി വരുന്നു കേട്ടോ. അങ്ങനെ തെറ്റിപ്പോയി, കുറേ പേരുള്ളോട് കൺഫ്യൂഷനായി പോയതാണ്. അപ്പോൾ ഇവളെന്ത് ചെയ്യും, നമ്മുടെ ക്യാങ് ഉണ്ടല്ലോ നമ്മുടെ സുന്ദരൻ, അവൻ്റെ പേര് പറയും കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ പേരോ. പിന്നെ കാണാൻ ഭയങ്കര സന്തോഷമാവും കേട്ടോ. എൻ്റെ കയ്യിലൊരു ഇതുണ്ട്, ഒരു ഡ്രിങ്ക്സിൻ്റെ ഒരു ഇതുണ്ട്. ഇവനെന്ത് ചെയ്യും പെട്ടെന്ന് ഓടി വന്നിട്ട് അതിൽ ഒരു സ്ട്രോ ഇട്ട് കുടിക്കും. അപ്പോൾ എനിക്കത് വട്ടുണ്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ വക്കീൽ അവൻ്റെ റൂമിലിരുന്നിട്ട് ഈ പാർട്ടിക്കുള്ള ഫുഡിനൊക്കെ പറ്റി തപ്പാണ്. അപ്പോൾ അവൻ്റെ സെക്രട്ടറി ഇങ്ങനെ വരും. അപ്പോൾ സെക്രട്ടറി ഇങ്ങനെ ചോദിക്കും ആർക്ക് വേണ്ടിയാണ് പാർട്ടി. അപ്പം പറയും അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവൾ പറയും ഓഹോ അപ്പോൾ നമ്മളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ഇവൾ പറയും സത്യം പറയും നിങ്ങൾക്ക് ഹാനിന് ഇഷ്ടമല്ലേ. അപ്പോൾ അവനിങ്ങനെ കുറേ ആലോചിച്ചിട്ട് പറയും അതെ. പിന്നെ കാണിക്കുന്ന നമ്മുടെ തേസും അങ്ങനെ പോവാണ്ട്. അപ്പോൾ ഇവൾ പ്രിപ്പയർ ചെയ്ത ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ അവനിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്. അപ്പോൾ അതിൽ അവളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഗ്രാജുവേഷൻ കിട്ടിയപ്പോൾ, എൻ്റെ ഫസ്റ്റ് മൂവി 10 മില്യൺ അടിച്ചപ്പോൾ, പിന്നെ എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടിയപ്പോൾ, എന്നിട്ട് പിന്നെ അവസാനം ഇതൊക്കെ എനിക്കതുപോലത്തെ മൊമെൻറ്റ്സ് മെമ്മറീസ് ഇതുപോലെ ഇനിയും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട് ആ മെമ്മറീസിലൊക്കെ അവൾ ശരിക്കും അറിയും അതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അപ്പോൾ ചോദിക്കും ഗേൾ ഫ്രണ്ടോ നിനക്കതിനൊക്കെ സമയമുണ്ടോ, എങ്ങനെയാടാ നീ ഒരു പെണ്ണിനെ വീഴ്ത്തിയത്. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും അതെനിക്കറിയില്ല, അവൾ എന്നെ പറ്റി ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ എന്താ പറയുക അങ്ങനെ പയ്യെ അങ്ങോട്ട് വീണു. അപ്പോൾ നമ്മുടെ തേസും വീട്ടിൽ വന്ന് അങ്ങനെ ബെഡിലൊക്കെ കിടക്കായിരിക്കും കേട്ടോ. പെട്ടെന്ന് ചാടി ഇട്ടിട്ട് പറയും ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. എനിക്ക് അവളെ പറ്റി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്, എനിക്ക് തോന്നുന്നു അവളെ ഞാൻ ഇഷ്ടത്തിലാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരിയും മാക്സും കൂടെ ഇങ്ങനെ നടന്നു വരാൻ കേട്ടോ. അപ്പോൾ അവർ രണ്ടിനെ കൈ തമ്മിൽ കൂട്ടി മുട്ടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ അവനെ കൈ പിടിക്കണമൊക്കെ ഉണ്ട്. പിന്നെ അവളിങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഏതോ ഒരു ആക്ടറും അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഇവൻ എന്ത് ചെയ്താന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്നവർക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എക്സ് പറയും നീ എഴുതിക്കോ, നിൻ്റെ ബോസ് പറഞ്ഞില്ലേ ഇനി ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ നീ ഓഫീസിലേക്ക് വരണ്ടാന്ന്. അപ്പോൾ പറയും എന്നാലത് ശരിയല്ലല്ലോ. അപ്പോൾ പറയും കുഴപ്പമില്ല നീ എഴുതാൻ പറയും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരത്തി എന്ത് ചെയ്യും ഈ ഒരു ന്യൂസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ റെഡി ആക്കി നോക്കിയപ്പോൾ പെട്ടെന്ന് ഇവർ എന്ത് ചെയ്യും ലാപ്ടോപ്പ് ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് അവളുടെ. അപ്പോൾ എന്ത് പറ്റി. അപ്പോൾ പറയും അല്ല ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്കും ന്യൂസൊന്നും കിട്ടിയില്ലെങ്കിൽ ഓഫീസിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും ഇത് സമ്മതിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ എന്ത് ചെയ്യും അവൻ്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യും. പിന്നെ അവൾ രണ്ടുപേരും ലാപ്ടോപ്പ് അവൻ്റെ അപ്പുറത്തപ്പുറത്തുനിന്ന് എടുത്തിട്ട് അവൻ പറയും മര്യാദയ്ക്ക് തന്നല്ലെങ്കിൽ ഞാൻ ചായ നിൻ്റെ ലാപ്ടോപ്പിൽ വയ്ക്കും. അവൾ പറയും നിൻ്റെ ലാപ്ടോപ്പ് ഞാനിപ്പോൾ തല്ലി പൊട്ടിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അവൻ്റെ ബ്രേക്കപ്പിനുള്ള കാരണം. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതിനു വേണ്ടി കുട്ടി നോക്കലാണ്. എല്ലാവരും ഇതിരുന്ന് കാണുമ്പോഴുണ്ടല്ലോ ഇവൻ എൻ്റെ ഇവളെ തന്നെ ഇങ്ങനെ ഓളിക്കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാനിനാണെങ്കിലോ ഈ ഒരു ഇതിങ്ങനെ അവൻ്റെ ആക്ടിങ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ കൂട്ടുകാരത്തി ചോദിക്കില്ല സത്യം പറഞ്ഞെടുക്കുക അവനോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഗുണഗുണ ഫീലിംഗ് എന്നെ പറ്റിയിട്ടാണ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും എന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.